ഹലോ ഗൈസ്, എല്ലാവർക്കും മലയാള ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് മിനി മിൽഷ. എല്ലാവരും പണ്ടൊക്കെ കളിച്ചിട്ടുള്ള ഗെയിം തന്നെ ആയിരിക്കും. കാരണം ഫ്രീ ഫയറും പബ്ജിയൊക്കെ വരുന്നതിന് മുന്നേ മിനി മിൽഷ എന്ന് വെച്ചാൽ എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, കമൻറ്റൊക്കെ അടിക്കുക. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ബാറ്റിൽ നിൽക്കുക, കളി തുടങ്ങും. അപ്പോൾ നമുക്ക് അവിടെ നിൽക്കാം. ഓക്കെ, മിനി ഔട്ട് പോസ്റ്റ് അല്ല, റാൻഡത്തിൽ തന്നെ ഇടാം. കാരണം ഏതെങ്കിലുമൊക്കെ മാപ്പ് കിട്ടിക്കോട്ടെ. നമ്മളെ പേര് ഇതിൽ മലയാളി ഗെയിമർ എന്നാണ് കേസ് ഇട്ടിട്ടുള്ളത്. പിന്നെ 9 ലെവലായി ഗൈസ്. നമ്മളിത് 9 ലെവലായി കഴിഞ്ഞാൽ ഇതിൽ സർജൻറ്റ് എന്നാണ് പറയുക. 8 ലെവലായി കഴിഞ്ഞാൽ സ്പെഷ്യൽ, പിന്നെ കോർപ്പോറൽ, അങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ട്. ഏറ്റവും മുകളിലായി കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ പറയും. അതൊന്നും വലിയ അറിവില്ല ഗൈസ്. കാരണം ഞാൻ ഒരു 2-3 ആഴ്ചകളായിട്ടുള്ളൂ കളിച്ചാൻ തുടങ്ങിയിട്ട്. അപ്പോൾ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിൽ 4 മിനിറ്റും 30 സെക്കൻഡുമാണ് കളിയുടെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിൽ ബോംബ് കാര്യങ്ങളിടാം. പിന്നെ ഇതിൽ നമ്മളെ കാലിൻ്റെ അടിയിലൊരു ഗ്യാസ് ലൈസ്, അത് തീർന്നു കഴിഞ്ഞാൽ പറക്കാൻ കഴിയില്ല. അവിടെ ഒരു എനിമി ഉണ്ട്, നമുക്ക് അതിനെ കില്ല് ചെയ്യാം. ഓക്കെ, ചങ്ങായി സ്നൈപ്പർ കൊണ്ട് നമ്മളെ കൊല്ലാൻ നോക്കി. നല്ല ഡാമേജും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും മെഡ്കിറ്റിന് അടിയിലോ മുകളിലൊക്കെ ആയിട്ടാവും. നമുക്ക് മുകളിൽ ചെന്ന് നോക്കാം. പറക്കാൻ ഗ്യാസില്ല ഗൈസ്, അടിയിൽ തന്നെ പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം, എന്നാലുള്ളൂ നമുക്ക് ഇനിയും വലിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് പ്ലേ ബട്ടനൊക്കെ പൊക്കണ്ട ഗൈസ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയും തുടരണം. പിന്നെ 100 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം 100 പേരിനെ സബ്സ്ക്രൈബ് ചെയ്യണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു AK-47 കിടക്കണം, നമുക്ക് എടുക്കാം. ഇവിടെ ഒരു എനിമിൻ്റെ ഗൈസ്, നമുക്ക് തീർക്കാം ഗൈസ്. ഞാൻ എനിമിനെ അങ്ങോട്ട് തീർത്തിട്ടേക്കാം. തീർക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. സോ ഗൈസ്, നമ്മൾ ചാവാനായിട്ടുണ്ട്. നമ്മൾ ചത്തു ഗൈസ്. കാരണം അവിടെ നമ്മളെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ബോംബ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ പെട്ട് നമ്മൾ ചത്തു ഗൈസ്. കുഴപ്പമില്ല, നമ്മൾ ഇനി തിരിച്ചു വരും. റീസ്പോൺ അടിക്കാനൊക്കെ പറ്റും ഗൈസ്. പിന്നെ ഇവിടെ വേറെ ഏതൊരു തോക്കുമ്പാടുണ്ട്. തോന്നുന്നത് ഇത് ഫ്രീ ഫയറത്തൊക്കെ മാതിരി തന്നെയാണ് ഏകദേശം തോക്കാണ്. XM8 ഉണ്ട്, ഡെസേർട്ട് ഈഗിൾ ഉണ്ട്. ഇത് MP5 ആണെന്നാണ് തോന്നണേ ഗൈസ്. നമ്മൾ നേരെ ബോംബിൻ്റെ മുന്നിലടി ചെന്ന് ചത്തു കൊടുത്തതല്ല, ചത്തതാണ്. ടിൻ ക്രോ ആണ് 1-ാം സ്ഥാനത്ത്, അല്ല 2-ാം സ്ഥാനത്ത്. 1-ാം സ്ഥാനത്ത് ഹണ്ടർ ബോയ്, 3-ാം സ്ഥാനത്ത് നമ്മളാണ് ഗൈസ്, മലയാളി ഗെയിമർ. പിന്നെ ഇതാണ് സോഗൺ ഗൈസ്. ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പണി തന്നെയാണ്. അയ്യോ, ജസ്റ്റ് മിസ്സാണ്, അല്ലെങ്കിൽ കൊണ്ടുകഴിഞ്ഞാൽ നമ്മൾ സൂയിസൈഡായി ചാവേന് ഗൈസ്. നമ്മളെ ഹണ്ടർ ബോയ് ആണ് നമ്മളെ കൊന്നിട്ടുള്ളത്. എന്തായാലും ഈ കളിയിൽ നിന്ന് 2 പേര് ലെഫ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഗൈസ്. പിന്നെ ഈ തോക്ക് നമുക്ക് അടുത്ത് എനിമീസ് നിൽക്കുമ്പോൾ ഇതുകൊണ്ട് അടിച്ചാൽ വേഗം ചാവും ഗൈസ്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ഗെയിമിന്, കണ്ടോ? അല്ല, ഈ ഒരു തോക്കിന്. ഇപ്പോൾ നമ്മൾ ഏകദേശം 3 കില്ലായി തോന്നണു. ഇവനെ പാടെ കൊന്ന 4 കില്ല് അല്ലേ? 4 കില്ലാണ് ഗൈസ്. ഓക്കെ, നമ്മൾ 3-ാം സ്ഥാനത്താണ് ഗൈസ്, 4 കില്ല് എടുത്തിട്ട്. ഓക്കെ, 3-ാം സ്ഥാനത്ത് എത്തിയാൽ തന്നെ ഇതിൽ ക്രേറ്റ് ബോക്സ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് കിട്ടും നമുക്ക്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തോക്കുകൾ അപ്ഗ്രേഡ് ചെയ്യാനും പിന്നെ കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ചിലപ്പോൾ റയർ തോക്കുകളൊക്കെ നമുക്ക് അൺലോക്ക് ആവാത്ത തോക്കുകളുണ്ടല്ലോ ഗൈസ്, അതൊക്കെ നമുക്ക് കിട്ടും. പിന്നെന്താ ചാവത്ത്? ചത്തു ഗൈസ്. നമുക്ക് പറന്നിട്ട് പോകണം, പക്ഷെ ഗ്യാസ് ഇല്ല ഇതിൽ. നമുക്ക് അടിയിൽ നിൽക്കാം. എല്ലാ എനിമീസും വന്നാൽ നമുക്ക് ഓരോ കില്ല് ചെയ്യാലോ. എനിമീസിനൊന്നും കാണാമല്ലോ ഗൈസ്. പറഞ്ഞു നാവിടത്തില്ല, അപ്പോഴേക്കും എനിമീസ് വന്നു ഗൈസ്. ഓക്കെ, തോക്കൊക്കെ റീലോഡാക്കി വെക്കണം ഗൈസ്, അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റീലോഡാവാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളെ എനിമീസ് കില്ല് ചെയ്യും. അപ്പോൾ നമ്മൾ വേഗം ചാവും ഗൈസ്. അതാണ് ഇതിലുള്ള പ്രശ്നം. ഓ, ചത്തു ഗൈസ്.
ടിൻക്രവ് എന്താ ബോംബിൻ്റെ തോക്കുകൾ മാത്രമേ ഉള്ളൂ. ബീരങ്കിയാണ് തോന്നുന്നു ഗൈസ്. ബീരങ്കി ഇങ്ങനെ വിടുകയാണ് ചങ്ങായി. എന്നാലും നമ്മൾ 5 കില്ലെടുത്തിട്ട് 3-ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഗൈസ്. ഇനി 8 സെക്കൻഡ് 7 സെക്കൻഡേ ഉള്ളൂ. ഇവനെ പാടെ നമുക്ക് കില്ല് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അവൻ നമ്മളെ കില്ല് ചെയ്തു ഗൈസ്. അതൊന്നും ഒരു പ്രശ്നമല്ല. മാച്ച് എങ്ങനെ ഓവറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ടിൻക്രവ് ആണ് 1-ാം സ്ഥാനത്ത്, 2-ാം സ്ഥാനത്ത് ഹണ്ടർ ബോയും, 3-ാം സ്ഥാനത്ത് മലയാളി ഗെയിമർ ഞാനും, 4-ാം സ്ഥാനത്ത് ഗ്രാൻഡം പറഞ്ഞ ചെങ്ങായാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വെക്കുക ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.